ആ ശങ്ക തോന്നിയാൽ പിന്നെ അതിന് മാർഗമില്ലെങ്കിൽ എന്തു ചെയ്യും? അവിടെ മറ്റു കാര്യങ്ങൾക്കൊന്നും അപ്പോൾ പ്രസക്തി ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ മറ്റെല്ലാ ലക്ഷ്യങ്ങളും അതിനു മുന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇപ്പോൾ യു.എസിന്റെ പടക്കപ്പലായ ജെറാൾഡ് ആർ ഫോർഡിൻ്റേത്. ഇറാനെ ഇപ്പോൾ പിടിച്ചടക്കും എന്ന് വീമ്പ് പറഞ്ഞ് അമേരിക്ക എത്തിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് ദൗത്യം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. ചെങ്കടലിൽ വിന്യസിച്ചിരുന്ന ജെറാൾഡ് ഫോർഡിലെ ശുചിമുറി സംവിധാനം തകരാറിലായതോടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ നാവികർ ദുരിതത്തിലായ പശ്ചാത്തലത്തിലാണ് ജെറാൾഡ് ഫോർഡ് മടങ്ങുന്നത്. കപ്പലിൽ കഴിഞ്ഞയാഴ്ച തീപിടുത്തവും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി കപ്പലിലെ ലോണ്ടറി സംവിധാനത്തിൽ കാര്യമായ തകരാർ സംഭവിച്ചിട്ടുണ്ട്. തീപിടുത്തമുണ്ടായത് യുദ്ധത്തിന്റെ ഭാഗമായല്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട് എങ്കിലും അഗ്നിബാധയുടെ കാരണം ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം കപ്പലിന്റെ ശുചിമുറി സംവിധാനത്തിലെ തകരാർ വർദ്ധിച്ചു. ഇതാണ് കപ്പൽ അറ്റകുറ്റപ്പണിക്കായി കയറ്റാൻ അമേരിക്ക തീരുമാനിച്ചത്. ഇതോടെ 9 മാസം നീണ്ട കടൽവാസത്തിന് ശേഷം കപ്പൽ കരയ്ക്കടുക്കാൻ പോകുകയാണ്. യു.എസിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ കടൽ ദൗത്യമാണ് ഇതോടെ അവസാനിക്കുന്നത്. കടലിലെ ഒഴുകുന്ന കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജെറാൾഡ് ഫോർഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിമാനവാഹിനി കപ്പലാണ്. 4000-ലധികം നാവികരാണ് ഈ കപ്പലിൽ ഉള്ളത്. 500 സൈനികർക്ക് 650 ശുചിമുറി എന്ന കണക്കിലാണ് കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ശുചിമുറിയുടെ പൈപ്പുകൾ നിരന്തരം അടഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന തകരാർ. ഇതുമൂലം പലപ്പോഴും ശുചിമുറിക്ക് മുന്നിൽ നീണ്ട ക്യൂ ഉണ്ടാകാറുള്ളതായും യു.എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലകുറി അറ്റകുറ്റപ്പണി നടത്തിയിട്ടും തകരാർ പരിഹരിക്കാനാകാതെ വന്നതോടെയാണ് കപ്പൽ തിരികെ വിളിക്കാൻ യു.എസ് തീരുമാനിച്ചത്. പക്ഷേ കപ്പലിന്റെ ഈ പ്രശ്നം പുതിയതല്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരം. കാരണം 2020 മുതൽ തകരാർ നിലവിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. 2020 യു.എസ് ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് $40,000 വരെ ഒരു തവണത്തേക്ക് മാത്രമായി ചിലവിട്ട് പലകുറി അറ്റകുറ്റപ്പണി നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. അതായത് ടോയ്ലറ്റ് സംവിധാനം ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കാറുണ്ട് എന്ന് സാരം. ഇക്കാരണം കൊണ്ട് തന്നെയാണ് കപ്പൽ തിരിച്ചെത്തിച്ച് അറ്റകുറ്റപ്പണിക്ക് കയറ്റാൻ യു.എസ് നിർബന്ധിതമാകുന്നത്. ജെറാൾഡ് ആർ ഫോർഡ് ഇപ്പോൾ മടങ്ങുന്നത് ഇറാൻ സംഘർഷത്തിൽ വലിയ വിടവ് സൃഷ്ടിക്കും. കാരണം ഇറാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ ആശ്രയിക്കുന്നത് ജെറാൾഡ് ആർ ഫോർഡിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ 90-ലധികം യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള പടക്കപ്പൽ പിൻവാങ്ങുന്നത് അമേരിക്കയുടെ ആക്രമണശേഷിയെ ബാധിക്കുമോ എന്ന് സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജെറാൾഡ് ഫോർഡിന് പകരക്കാരൻ ആരായിരിക്കുമെന്ന ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ സജീവമാണ്. യു.എസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് യു.എസിന്റെ തന്നെ മറ്റൊരു വിമാനക്കപ്പലായ USS ജോർജ് H.W. ബുഷ് ആയിരിക്കും ജെറാൾഡ് ഫോർഡിന് പകരമായി രംഗത്തിറങ്ങുക. ജോർജ് H.W. ബുഷിനെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞയാഴ്ച ഫോർഡിന്റെ ലോണ്ടറി ഏരിയയിലുണ്ടായ തീപിടുത്തമാണ് വില്ലനായി മാറിയത്. മണിക്കൂറുകൾ എടുത്ത ശേഷമാണ് ആ തീ അന്ന് നിയന്ത്രണ വിധേയമാക്കാൻ പോലും സാധിച്ചത്. ഏകദേശം 100 സ്ലീപ്പിംഗ് ബെർത്തുകൾ കത്തിനശിക്കുകയും നാവികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ തീപിടുത്തത്തിന് ശേഷവും കപ്പൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ് എന്ന് യു.എസ് സൈന്യം പറഞ്ഞിരുന്നുവെങ്കിലും കപ്പലിന്റെ ശുചിമുറി സംവിധാനങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായി. ഇക്കഴിഞ്ഞ ജനുവരിയിലും സമാനമായ പ്രശ്നങ്ങൾ ശുചിമുറി സംവിധാനത്തിൽ ഉണ്ടായിരുന്നതായി വാർത്തകൾ വന്നതാണ്. 9 മാസങ്ങൾക്ക് ശേഷമാണ് ജെറാൾഡ് ഫോർഡ് കപ്പൽ മടങ്ങുന്നത്. വെനസ്വലൻ ദൗത്യത്തിനായി മാസങ്ങളോളം കരീബിയൻ കടലിലായിരുന്ന ഫോർഡ് ഫെബ്രുവരിയിലാണ് മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി വന്ന് ചെങ്കടലിൽ വിന്യസിച്ചത്. ഇതിനുശേഷം ഇറാൻ യുദ്ധത്തിൽ ജെറാൾഡ് ഫോർഡ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏപ്രിൽ വരെ കപ്പൽ കടലിൽ തുടർന്നിരുന്നുവെങ്കിൽ യു.എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കപ്പൽ ദൗത്യമാകുമായിരുന്നു ജെറാൾഡ് ഫോർഡിൻ്റേത്. ആ ഖ്യാതി നേടും മുൻപാണ് മടക്കം. 2020 വിയറ്റ്നാം യുദ്ധത്തിനായി USS എബ്രഹാം ലിങ്കൺ കപ്പൽ നിയോഗിച്ചതാണ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കപ്പൽ ദൗത്യം. ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡിന് $13.3 ബില്യൺ നിർമ്മാണ ചിലവ്. ഇന്ത്യൻ രൂപ ഏകദേശം 1,00,000 കോടിയിലധികം രൂപ. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-18 സൂപ്പർ ഹോർനെറ്റുകൾ ഉൾപ്പെടെ 75-ലധികം സൈനിക വിമാനങ്ങൾ ഫോർഡ് വഹിക്കുന്നുണ്ട്. വ്യോമഗതാഗതവും നാവിഗേഷനും അടക്കം നിയന്ത്രിക്കുന്നതിന് അത്യാധുനിക റഡാർ സംവിധാനമടക്കം ജെറാൾഡ് ഫോർഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളിൽ പെടാതിരിക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റവും 2 ബെക്ടെൽ A1B ആണവ റിയാക്ടറുകളും ഫോർഡിന്റെ പ്രത്യേകതകളാണ്. കഴിഞ്ഞ ജൂൺ മുതൽ USS ജെറാൾഡ് ആർ ഫോർഡ് കടലിലുണ്ട്.
ഒക്ടോബറിൽ വെനസ്വലൻ എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കാനും നിക്കോളാസ് മഡൂറോയെ പിടികൂടാനുമുള്ള സൈനിക നടപടികളിലും ഫോർഡ് പങ്കെടുത്തിരുന്നു. അതിനിടെ ഇറാനിൽ പുതിയ തരം ബോംബ് പരീക്ഷിക്കുകയാണ് US സൈന്യം. ഇറാന്റെ മിസൈൽ പാഡുകൾ ലക്ഷ്യമിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് US വർഷിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപും ഒരിക്കൽ ഈ പുതുതലമുറ ബോംബുകൾ US ഇറാനെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചിരുന്നു. ഭൂമി തുരന്നു ചെന്നും നാശനഷ്ടം വരുത്താൻ ശേഷിയുള്ളതാണ് അതീവ വിനാശകാരികളായ ഈ ബോംബുകൾ. പ്രധാനമായും ഭൂമിക്കടിയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിലും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക പ്രയോഗിച്ചിരുന്നു. ജൂണിലെ 12 ദിവസം നീണ്ട ഇറാൻ യുദ്ധത്തിലായിരുന്നു ഇത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അതീവ ഗുരുതരമാക്കുകയാണ് എന്തായാലും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ. എന്താണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നുകൂടി പറയാം. എത്ര കിലോമീറ്റർ ആഴത്തിലും കോൺക്രീറ്റും മണ്ണും അടക്കം തുരന്ന് ഉള്ളിലേക്കെത്തി പൊട്ടിത്തെറിക്കാൻ ഇതിന് ശേഷിയുണ്ട്. എത്ര നിലകൾ തുരന്നു പോകണമെന്നും എത്ര ആഴത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കണമെന്നും മുൻകൂട്ടി നിശ്ചയിക്കുന്ന സ്മാർട്ട് ഫ്യൂസുകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഉള്ളിലെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മാത്രം പൊട്ടിത്തെറിക്കുന്ന മൈക്രോഫോൺ സംവിധാനമുള്ള ബോംബുകളും ഇതിലുണ്ട്. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ, കമാൻഡ് സെന്ററുകൾ, മിസൈൽ വിക്ഷേപണശാലകൾ എന്നിവ തകർക്കുകയാണ് ബങ്കർ ബസ്റ്ററുകൾ രംഗത്തിറക്കുന്നതിന്റെ ലക്ഷ്യം. ഇപ്പോൾ ഈ ബോംബുകൾ US ഉപയോഗിക്കുന്നത് പ്രധാനമായും ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിടുന്ന ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകളെ പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം. ഈ മിസൈൽ കേന്ദ്രങ്ങൾ നശിപ്പിച്ച് എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ഭീഷണി ഇല്ലാതാക്കുകയാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. മുൻപ് അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും മലനിരകളിലെ ഗുഹകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ശത്രുക്കളെ ലക്ഷ്യം വെച്ച് വികസിപ്പിച്ചെടുത്തതാണ് ഇത്തരം ബോംബുകൾ. മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന GBU-57-F എന്ന ബോംബാണ് US ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം വർഷിച്ചത്. ഇവയിലെ സ്ഫോടക വസ്തുക്കളുടെ അളവും പ്രഹരശേഷിയും വളരെ വലുതാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തുളച്ചു കയറിയ ശേഷം മാത്രമേ ഇവ സ്ഫോടനം നടത്തുകയുള്ളൂ. സാധാരണയായി US വ്യോമസേനയുടെ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളിൽ നിന്നാണ് ഈ ബോംബുകൾ വർഷിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഇറാൻ യുദ്ധം പുതിയ രക്തരൂക്ഷിത തലത്തിലേക്ക് മാറ്റുകയാണ് എന്തായാലും ബങ്കർ ബസ്റ്റർ ബോംബുകൾ.